ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഉപദേശം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദേശം എന്നുള്ള വിഷയത്തിന്മേൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉപദേശ രൂപം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉപദേശ രൂപം. ഉപദേശത്തിൽ കൂടിയാണ് നമുക്ക് വ്യക്തമായൊരു രൂപം കിട്ടുന്നത്. ക്രിസ്തുയേശു ആര്? അവൻ പറഞ്ഞതെന്ത്? നമ്മൾ ചെയ്യേണ്ടതെന്ത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അധിക സ്ഥലത്തും ഇല്ല. കാരണം ക്രിസ്തുയേശു എല്ലാവർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനാണ്, ആരാധ്യനാണ്. എന്നാൽ എല്ലാവർക്കും ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് മനസ്സിലായിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പലതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്: നിങ്ങളുടെ ഇടയിൽ കൊള്ളാകുന്നവർ വെളിപ്പെടേണ്ടതിന് ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. എന്തിനു വേണ്ടിയിട്ട്? കൊള്ളാകുന്നവർ വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ട്. അതായത് കൊള്ളാകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കൊള്ളാകുന്നവർ? ദൈവത്തിൻ്റെ മുമ്പാകെ കൊള്ളാകുന്നവരെന്ന് പറയുന്നത് ദൈവജനം, ലോകത്തിലുള്ള മനുഷ്യൻ പല വിധമാണ്. ഈ പല വിധത്തിൽ പലരും സംശയം ചോദിക്കാറുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? അതെ, ദൈവം സൃഷ്ടിക്കാത്തതാരും ലോകത്തിലില്ല. പിന്നെ എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ വൈവിധ്യം വന്നു? പിന്നെ എങ്ങനെ മനുഷ്യനെ പല തട്ടുകളാക്കി തീർത്തു? വചനം വഴി പഠിക്കുന്നതനുസരിച്ച് സ്വർഗരാജ്യത്ത് തന്നെ വലിയവനും ചെറിയവനും ഉണ്ടെന്നാണ്. ഒരാളെക്കാൾ മറ്റൊരാൾ ശ്രേഷ്ഠനെന്ന് പറഞ്ഞാൽ അത് വചനപ്രകാരം ഉള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ജനിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഈ ലോകത്തിലുള്ള ചരിത്രമല്ല, അതിനു മുൻപേ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും അനവധിയാണ്. സത്യവചനത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാകും: ഇത് 10 50 10 60 10 15 വർഷം ആയിട്ട് ഈ ഭൂമിയിൽ വന്നതിന് ശേഷമുള്ള ചരിത്രമല്ല മനുഷ്യൻ്റേത്. അതിനു മുമ്പേ തന്നെ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്. അതിന് ദൈവത്തിൻ്റെ വചനപ്രകാരം ആധാരമായിട്ടും ഉറപ്പിക്കുന്നതായ വചനങ്ങളുമുണ്ട്. ക്രിസ്തുയേശു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവപുത്രനായിരുന്നു. അതെങ്ങനെയിരുന്നു ദൈവപുത്രൻ? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോട്ട് സദൃശമായ കാലുള്ള അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, മുഖം സൂര്യനെ പോലെ, വായിൽ നിന്ന് ഇരുവായത്തുള്ള വാൾ തുറക്കുന്ന ഒരു ഭയങ്കരമായൊരു വ്യക്തിത്വവും രൂപവുമുള്ള ദൈവപുത്രനായിരുന്നു യേശു ഇവിടെ വരുന്നതിന് മുമ്പ്. അത് യേശുവിന് ഇതിനു മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പുള്ള ചരിത്രമാണ്. അത് ആ ചരിത്രം പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതലുള്ളതാണ്. എന്നാൽ മറ്റു മനുഷ്യരെ സംബന്ധിച്ചോ? അവിടെയും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, യൂദയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്: നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? ഓരോരുത്തരും ഒരു പിശാചാവും. പിശാചെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ഥാനപ്പേരല്ല, ഒരു സമൂഹത്തിൻ്റെ പേരാണ്. ഒരു ദൈവത്തോട് എതിരിട്ട് നിൽക്കുന്ന, ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയ, ഇന്ന് ദൈവത്തിൻ്റെ എതിരാളിയായി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടദൂതനാണ് പിശാച്. അവനാണെന്നാണ് പറയുന്നത് യൂദ.
കർത്താവിന് ഒറ്റുകൊടുത്ത യൂദ. അപ്പോൾ യൂദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് ചരിത്രം അവനുണ്ട്. ഇതിന് ഇവിടെ വരുന്നതിന് മുമ്പ് ചരിത്രമുണ്ട്. യേശുവിന് ചരിത്രം ഉള്ളതുപോലെ തന്നെ യൂദയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ മറ്റു മനുഷ്യരെക്കുറിച്ചും എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. ക്രിസ്തുവിൽ ഈ ലോകം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അപ്പോൾ ഈ ലോകം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു ചരിത്രം നമുക്കുമുണ്ട്, സകല മനുഷ്യർക്കുമുണ്ട്. ആ ചരിത്രം മോശമായിട്ടുള്ള ചരിത്രമുണ്ട്, നല്ല ചരിത്രമുണ്ട്. യൂദയുടെ ആ ചരിത്രം മോശമായിരുന്നു. യേശുവിൻ്റെ ആ ചരിത്രം ഉന്നതമാണ്. ദൈവത്തിൻ്റെ പക്ഷക്കാരുടെ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ചരിത്രം എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠമാണ്. ഇങ്ങനെ വിവിധമായ ചരിത്രങ്ങൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ഉണ്ട്. ഈ ലോകത്ത് വന്നതിന് ശേഷം ഈ ലോകത്തിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ലോകത്തിൽ വന്ന മനുഷ്യൻ ആര് വിശ്വസിച്ച് കർത്താവിനെ ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നുവോ അവനെ കർത്താവ് സ്വീകരിക്കും. അതായത് നീ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് പിശാചായിരുന്നു, അല്ലെങ്കിൽ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ എതിർപക്ഷക്കാരനായിരുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ എടുക്കില്ല എന്നൊന്നും ദൈവം പറയില്ല. ദൈവം പറയുന്നത് എൻ്റെ അടുക്കൽ ആര് വരുന്നുവോ അവനും തള്ളിക്കളയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു യൂദായും വന്നു, യൂദയെ എടുത്തു. അഹീത്തോഫേൽ വന്നു, അഹീത്തോഫേലിനെ എടുത്തു. കോരഹ് വന്നു, കോരഹിനെ എടുത്തു. യോവാബ് വന്നു, യോവാബിനെ എടുത്തു. ഇങ്ങനെ അനവധി മനുഷ്യർ കർത്താവിൻ്റെ ദാസന്മാരായിട്ടും ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പുറത്ത് വന്നവരുണ്ട്. രാഹാബ് എന്ന് പറഞ്ഞ വേശ്യ ദൈവത്തിന് വിരോധമായ പ്രവൃത്തി ഈ ലോകത്തിൽ വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരുന്നവളാണ്. എന്നാൽ അവളുടെ മുൻകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ചരിത്രം അതല്ല. അതുകൊണ്ട് തന്നെ അവൾ സമയമായപ്പോൾ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവിടെയാണ് ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളുടെയും ഉറവിടം അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ലോകത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യോഹന്നാന്റെ ലേഖനത്തിൽ പറയുകയാണ്, എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അതായത് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ എല്ലാവരും നമുക്കുള്ളവരല്ല. എല്ലാവരും ദൈവ സൃഷ്ടിയാണോ അത് ചെയ്ത് സമ്മതിച്ചു. ദൈവം അല്ലാതെ വേറെ ആരും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിൽ നിന്നും ദൈവം സൃഷ്ടിച്ച് വിട്ട എല്ലാവരും നമുക്കുള്ളവരല്ല. നമുക്കുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കുള്ളവർ, നന്മയ്ക്ക് നീതിക്കുള്ളവരല്ല. എല്ലാവരും നീതിമാന്മാരാവില്ല. അതെന്തുകൊണ്ട്? അവരുടെ മുൻകാല ചരിത്രം തന്നെ. ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് അവരെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിട്ടില്ല. ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജീവിതം അത് കണ്ടാൽ അറിയാം. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടാത്തവരാണെങ്കിൽ അവരുടെ ജീവിതവും കണ്ടാൽ അറിയാം. അതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കും, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കും. അതിനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ഒരു ദുഷ്ടന്റെ ജീവിത ആരംഭവും അവസാനം അങ്ങനെ തന്നെയാണ്. അതായത് ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഒരു ശിശു ജനിക്കാൻ നേരത്ത് ഇത് വരുന്നത് ഇപ്പൊ യൂദയെ പോലെ ഒരാളാണെങ്കിൽ യൂദയുടെ അമ്മ ഗർഭിണിയാകാൻ പോവാ. അവിടെ വന്നപ്പോൾ ദൈവവുമുണ്ട്, ശത്രുവുണ്ട്, എതിരാളിയുണ്ട്, ദൈവത്തിൻ്റെ എതിരാളിയുണ്ട്. ഈ രണ്ടു പേർക്കും അവരുടെ പ്രജകളെ ഈ സ്ത്രീയുടെ ഗർഭത്തിൽ കൊടുക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഈ സ്ത്രീയുടെ ചരിത്രം മോശമാണ്. അതിനെക്കുറിച്ചാണ് വചനം പറഞ്ഞിരിക്കുന്നത്. 109-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്, അവളുടെ പാപം മാഞ്ഞു പോകരുതേ, അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകരുതേ. ഏത് യൂദയുടെ അമ്മയെ കുറിച്ച് പറയാ, അവൻ്റെ അപ്പനെ കുറിച്ച് പറയാ, അവൻ്റെ പിതാക്കന്മാരകത്ത് യഹോവ ഓർക്കുമാറാകട്ടെ. അപ്പോൾ ഈ യൂദയുടെ അപ്പൻ്റെയും അമ്മയുടെയും ചരിത്രം മോശമാണ്. ഈ ചരിത്രത്തിൽ പ്രകാരം ഒരു പ്രജയെ, ഒരു കുഞ്ഞിനെ യൂദയുടെ അമ്മയ്ക്ക് ലഭിക്കാൻ പോവുക. അതിനുവേണ്ടി സാത്താൻ ബാധിക്കുക. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പ്രജ, ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ള നീതിമാന്മാരെന്ന പ്രജകളെ പ്രസവിക്കണമെന്നാണ്. എന്നാൽ ഇത് അവകാശം പറഞ്ഞു വരിക. ആരാണ് അവകാശം പറഞ്ഞു തന്നെ? ശത്രു അവകാശം പറഞ്ഞു വരിക. എന്താണെന്നറിയാമോ? ഈ സ്ത്രീയുടെയും ഈ പുരുഷന്റെയും ചരിത്രം ഇന്നതാണ്. അവർ ചെയ്തിട്ടുള്ള ദുഷ്ടതകളും ദോഷങ്ങളും പാപങ്ങളും വളരെയാണ്.
തുടങ്ങി അക്കമിട്ട് വാദിച്ചു കഴിയുമ്പോൾ ദൈവം അവർക്ക് അത് അനുവദിക്കേണ്ടി വരുന്നു. എങ്ങനെ? ആയിക്കോട്ടെ, അത് ശരിയെങ്കിൽ ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതി ശത്രു ആ സ്ത്രീയുടെ ഗർഭത്തിൽ വരാൻ അവസരം കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് യൂദയുടെ അമ്മയുടെ ഗർഭത്തിൽ വന്നത്. അതിനെക്കുറിച്ച് 109 സങ്കീർത്തനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാണ് അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകരുത്, അവൻ്റെ പിതാക്കന്മാരാകട്ടെ ഓർക്കുമാറാകട്ടെ, അവൻ മരണപര്യന്തം എളിയവനെയും മനം തകർന്നതിനെയും ഉപദ്രവിച്ചു. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ യൂദയുടെ അമ്മ ഒരു പ്രജയെ ഗർഭം ധരിച്ചു. ഗർഭം ധരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. ഭ്രഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട് കളഞ്ഞവൻ, പുറത്താക്കി കളഞ്ഞവൻ. ഇതൊക്കെയല്ലേ ഭ്രഷ്ടൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെ പ്രജയെ കൊടുക്കാൻ സാധിക്കുകയില്ല. ശത്രുവിൻ്റെ പ്രജയാണ് കൊടുത്തതെങ്കിൽ ദൈവം പിന്നെ അതിൽ ഇടപെടില്ല. കാരണം അത് അതിൻ്റെ പിതാവ് വേറൊരാളാണ്. സൃഷ്ടികർത്താവ് ദൈവം തന്നെയാണെങ്കിലും അതിൻ്റെ ആ സൃഷ്ടിയുടെ മുൻകാല ചരിത്രം ദൈവത്തിൻ്റെ പാളയത്തിലുള്ളതല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷക്കാരുടെ വശത്തുള്ളതല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ആ ശിശു ജനിച്ചു. ജനനം മുതൽ പോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു, നുണ പറയുന്നു, തെറ്റി നടക്കുന്നു. അവൻ്റെ ജീവിതം ശരിക്കും കള്ളനാണ്. യൂദ എന്ന് പറയുന്നത് കള്ളനാണ്. അത് പ്രത്യേകിച്ച് വചനം എടുത്ത് പറയുന്നുണ്ട്. അവൻ കള്ളനാകൊണ്ടും ഒരു കാഷ്യറായിരുന്നു. യേശുവിൻ്റെ കൂടെയുള്ള കാശ് സൂക്ഷിപ്പുകാരനായിരുന്നു. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചിയിലിട്ട് വന്നത് അവൻ എടുത്തുകൊണ്ടു. അവൻ ഈ പണസഞ്ചി അവൻ പഠിച്ചതല്ലേ പാടുള്ളൂ. താൻ കാഷ്യറായിരിക്കുമ്പോൾ, ഖജാൻജി ആയിരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ആ പൊതുപണം അത് അവനെടുക്കും. അത് അവൻ്റെ ജീവിതം അതാണ്. അവൻ കള്ളനാണ്. ഇവനെക്കുറിച്ചാണ് കർത്താവ് പിന്നീട് പറഞ്ഞത്, ഒറ്റുകൊടുക്കുന്ന സമയമായപ്പോഴേക്കും പറഞ്ഞത്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? 12 പേരെ, ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? ആ വാക്ക് ശ്രദ്ധിക്കണം. 12 യേശു പറഞ്ഞ വാക്കാണ്. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? അപ്പോൾ യൂദയും തിരഞ്ഞെടുത്തതല്ലേ? ഈ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഒരു പിശാചാണ്. ആ പിശാചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് പിശാചുക്കളുടെ നേതാവാണ് ലൂസിഫർ. അതുപോലെ തന്നെ മറ്റു ചില പേരുകളുമെല്ലാം ഉണ്ട്. ബെലിയാൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, പല ബേൽസബൂലിൽ നിന്ന് പഠിക്കുന്നുണ്ട്, പല വാക്കുകൾ നാമങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ സമൂഹത്തിൻ്റെ പേര് പിശാചെന്നാണ്. ഇവരുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എതിരാളി എന്ന്. എതിരാളി എന്ന് പറഞ്ഞാൽ സാത്താൻ. എബ്രായ ഭാഷയിൽ സാത്താൻ എന്ന് പറയുന്നതിൻ്റെ മലയാളം വാക്കാണ് എതിരാളി. ആ സമൂഹത്തിന് എതിരാളി, ദൈവത്തിൻ്റെ എതിരാളികളുടെ സമൂഹത്തിൻ്റെ പേരാണ് പിശാചുക്കൾ. അവരുടെ ഓരോരുത്തരുടെയും പേരുകളിൽ ഒന്നാണ് ലൂസിഫർ, അതുപോലെ തന്നെ ബെയൽസബൂൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പറഞ്ഞിരിക്കുന്നതാണ്. അത് ഓരോരുത്തരുടെ നാമങ്ങളും. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ മനുഷ്യനാണ്, യൂദായാണ്, ഒറ്റുകാരനാണ്. ഈ 3 പദങ്ങൾ യൂദയ്ക്കുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. തൻ്റേതായ ഒരു നാമമുണ്ട്, തൻ്റെ സമൂഹത്തിൻ്റെ നാമമുണ്ട്, തൻ്റെ പ്രവൃത്തിയുണ്ട്. ഇതുപോലെ ആത്മീയമണ്ഡലങ്ങളിലും ദൈവത്തിൻ്റെ എതിരാളിയാണ്, അത് പ്രവൃത്തി. ദൈവത്തിൻ്റെ എതിരാളിയുടെ നാമമാണ്, ദൈവത്തിൻ്റെ എതിരാളിയുടെ സമൂഹമാണ്. ഈ സമൂഹത്തിൻ്റെ പേരാണ് പിശാചെന്ന് പറഞ്ഞത്. യേശുവാണ് പറഞ്ഞത്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? അതിലൊരുത്തരൊരു പിശാചാകും എന്ന് പറഞ്ഞാൽ ഈ ഗണത്തിൽപ്പെട്ടതല്ല, അത് വേറൊരു ഗണത്തിൽപ്പെട്ടതാണ്, പിശാചുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ പിശാചുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എങ്ങനെ ഇവിടെ വന്നു? പിശാചുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ യൂദയുടെ അമ്മയുടെ ഗർഭത്തിൽ വന്നെങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. യൂദയുടെ അമ്മയുടെയും അപ്പൻ്റെയും തലമുറയുടെയും അവസ്ഥകൾ ശരിയല്ല. അവരിൽ ദോഷമുണ്ട്, അകൃത്യമുണ്ട്, വഞ്ചനയുണ്ട്, പാപമുണ്ട്. അതിന്മേൽ ശത്രു അവകാശം പറഞ്ഞ് അവൻ്റെ പ്രജയെ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിനകത്ത് കയറി വന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നീതിയിലേക്ക് വരാം, ദൈവസഭയിലേക്ക് വരാം എന്ന് ആരും ചിന്തിക്കേണ്ട.
അങ്ങനെ വരികയുമില്ല. അതിനുള്ള വഴി വേറെയാണ്. അതിനുള്ള വഴി എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും വചനം പറയുന്നത് എല്ലാവരും നമുക്കുള്ളവരല്ല. എല്ലാവരും ദൈവസഭയിൽ വരുമെന്നോ നീതിമാന്മാരായി തീരുമെന്നോ വചനമില്ല. അങ്ങനെ സംഭവിക്കുകയുമില്ല, സാധ്യമല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ലോകത്തിൽ വന്നതിന് ശേഷം വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിക്കാൻ കഴിയുന്നത് ആർക്കാണ്? മനുഷ്യനിവിടെ മനുഷ്യനായി ജനിക്കുമ്പോൾ അവന് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുണ്ട്. ജനനം മുതൽ വളർച്ച പ്രാപിക്കുന്ന മനസ്സെന്ന് പറയുന്ന 4മത്തെ ഘടകമുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, മൃഗങ്ങൾക്കുമുണ്ട്. ആത്മാവെന്ന് പറയുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. അത് മറ്റു ജീവികൾക്കുമുണ്ട്. ഈ മൃഗങ്ങൾക്കോ മറ്റു ജീവികൾക്കോ ഇല്ലാത്തൊരു ഭാഗം എന്ന് പറയുന്നത് ദേഹിയാണ്. അതാണ് മനുഷ്യന് മറ്റു ജീവികളെക്കാൾ പ്രത്യേകിച്ച് ഉള്ളത്. ഈ ദേഹിയെ സംബന്ധിച്ചാണ് മുൻകാല ചരിത്രം ഉള്ളതെന്ന് പറഞ്ഞു. അതിവിടെ വരുന്നതിന് മുമ്പ് ഒരു ചരിത്രം അതിനുണ്ട്. ഈ ദേഹിയാണ് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ദേഹിയാണ്. ഈ ദേഹിയെ സംബന്ധിച്ചാണ് യോധയെ സംബന്ധിച്ച് പറഞ്ഞത് അവൻ പിശാചാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദേഹിയെ സംബന്ധിച്ചാണ് ക്രിസ്തുവിന്റെ ദേഹിയെ സംബന്ധിച്ച് അവൻ ദൈവോത്തരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനുഷ്യന് വൈവിധ്യം ഉണ്ടാക്കുന്ന, മനുഷ്യന് നീതിമാനാകുമോ, നല്ലവനായി തീരുമോ, ചീത്തയുള്ളവനായി തീരുമോ എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് മനുഷ്യന്റെ ദേഹിയുടെ ഗുണഗണങ്ങളിൽ ആശ്രയിച്ചിരിക്കും. കാരണം ദേഹിയുടെ മുൻകാല ചരിത്രമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ചരിത്രം. ഇവിടെ വരുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു അതാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ദേഹി ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടതുണ്ട്, തിരഞ്ഞെടുക്കപ്പെടാത്തതുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ദേഹി, ക്രിസ്തുവിനുള്ളവരുടെ ദേഹി, എതിരാളിയുടെ ദേഹി, ദൈവത്തിൻ്റെതല്ലാത്ത മനുഷ്യന്റെ ദേഹി. ഈ 3 ഭാഗങ്ങളായിട്ട് മനോരാശി തിരികെയാണ്. ഒന്ന് ക്രിസ്തുവിന്റെ ദേഹി. ഇതാണ്, ഈ ഒരു മനുഷ്യനാണ്, യേശു ക്രിസ്തു എന്ന മനുഷ്യനാണ് ദൈവം ഏറ്റവും ആദ്യം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച മനുഷ്യൻ. ഈ മനുഷ്യനെയാണ് ദൈവം ആദ്യം കണ്ടത്. രണ്ടാമത്തത്, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനും നിത്യജീവനെ പ്രാപിക്കാനും ദൈവരാജ്യത്തിൽ എത്തിക്കാനും കർത്താവ് ഒരു കൂട്ടത്തെയും കൂടി തിരഞ്ഞെടുത്തു. അതിൽപ്പെട്ടതാണ് സഭയും ഈ നീതിമാന്മാരെന്ന് പറയുന്ന ദൈവത്തിന്റെ ജനവും. മറ്റാരെയും സൃഷ്ടിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല. അതായത് ദൈവത്തിൻ്റെതല്ലാത്ത ഒരു പ്രജ പോലും ഈ ലോകത്തിൽ ജനിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ആദാം, ഹവ്വ എന്ന് പറയുന്ന ആദ്യത്തെ 2 മനുഷ്യർ, അവരോട് ദൈവം പറഞ്ഞതാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞു കവിയാൻ പറഞ്ഞതാണ്. ആ വാക്ക് കേട്ട് ദൈവത്തെ അനുസരിച്ച് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ പറയുന്ന യൂദ ജനിക്കുമായിരുന്നില്ല, കോരഹ ജനിക്കുമായിരുന്നില്ല, പാപികൾ ജനിക്കുമായിരുന്നില്ല, ഇവിടെ വേറെ ആരും ജനിക്കുമായിരുന്നില്ല. ജനിക്കുന്നത് മുഴുവനും ദൈവത്തിന് ജനമാകുമായിരുന്നു. എന്നാൽ എതിരാളി വെറുതെ ഇരുന്നില്ല. ആര്? ഈ പറഞ്ഞ പിശാചും അവൻ്റെ കൂട്ടരും വെറുതെ ഇരുന്നില്ല. എതിരാളി സാത്താൻ വന്ന് അവളോട് സൂത്രത്തിൽ അവളെ വഞ്ചിച്ച്, ഇത് ഈ വൃക്ഷഫലം നിന്നോട് തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? തിന്നാൻ പാടില്ല, തൊടാനും പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ വിഷയം എന്നറിയാവോ? ഇത് തിന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ദൈവത്തെ പോലെയാവും. അതാ വിഷയം. അത് ദൈവത്തിനറിയാം. ഇത് കേട്ടപ്പോൾ അവൾക്കൊരാഗ്രഹം. ഇവൻ പറഞ്ഞും വിശ്വസിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. പോയി പഴം പറിച്ചു തന്നു, ജയിച്ചു. ആര് ജയിച്ചു? ദൈവത്തിന്റെ എതിരാളി ജയിച്ചു. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ കീഴിലായി. മനുഷ്യൻ അവന്റെ കീഴിലായി കഴിഞ്ഞതോടുകൂടി പിന്നെ ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യർ മുഴുവനും അവൻ്റെതായി. അങ്ങനെയാണ് സർപ്പസന്തതികൾ ഈ ലോകത്ത് നിറയാനുണ്ടായ കാരണം. സർപ്പം എന്ന് പറഞ്ഞാൽ പിശാചും സാത്താനും എന്ന പഴയ പാമ്പ്, അതിനെയാണ് ഈ സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പിശാചിന്റെ സന്തതികളോട് ജനിക്കാൻ കാരണം. അന്ന് അനുസരണക്കേടില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ
യൂദ ജനിക്കില്ല. യൂദ ജനിക്കില്ല. ഒരു ശത്രുക്കളും ദൈവത്തിന് എതിരാളികളായിട്ടുള്ള ദൈവത്തിന് ജനത്തിന് വിരോധമായിട്ടുള്ള ആരും ഒരു ദുഷ്ടന്മാരും കൂടെ ജനിക്കില്ല. അതുപോലെ ആയിരിക്കുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അങ്ങനെയാണ് പിശാചുക്കളിവിടെ ജനിക്കാനുണ്ടായ കാരണം. ഇവിടെ മനുഷ്യജന്മം ദൈവത്തിന്റെ എതിരാളികൾക്ക് കിട്ടാനുള്ള കാരണമാണ്. ഇവര് ഗർഭത്തിൽ തന്നെ കർത്താവിനറിയാം ഇത് എന്തായിത്തീരുമെന്ന്. അതിനെക്കുറിച്ച് വചനം പറയുന്നത്, സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാർ ഗർഭം മുതൽ വൃക്ഷന്മാരായിരിക്കുന്നു. അവരെ ദൈവം, കാരണം അത് നന്നാവില്ല. അവർ ജനനം മുതൽ പോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവർ നുണ പറയും. അതായത് പുറമെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതൊക്കെയാന്ന് തോന്നും, പക്ഷെ അത് നുണ പറയും. അതുപോലെ തെറ്റി നടക്കും. എത്ര പഠിപ്പിച്ചാലും എത്ര നേർവഴിക്ക് നടത്തിയാലും അവർ തെറ്റിപ്പോകും. ഒടുവിൽ അവർ ദൈവത്തിന്റെ ജനത്തിന് ദോഷം ചെയ്യും. ദൈവത്തിന് എതിരാളിയായിട്ടാണല്ലോ ലോകത്ത് വന്നേക്കുന്നത്. ദൈവത്തിന് ദോഷം ചെയ്യും. ഒടുവിൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ഏതെങ്കിലും ഒരു അനർത്ഥമോ കഷ്ടമോ ഈ ലോകത്തിൽ വരും, അവരുടെ ജീവിതത്തിൽ വരും. അതിനാൽ അവർ അസ്തമിച്ചു പോകും. ഇതാണ് അവരുടെ ചരിത്രമാണ്. അതുപോലെ യൂദയുടെ ചരിത്രം നോക്കണം. ഗർഭം മുതൽ അവൻ പ്രശ്നമായി. യൂദയുടെ അമ്മയുടെ ഗർഭത്തിൽ യൂദ ജനിച്ചപ്പോൾ മുതൽ കർത്താവിനറിയാം ഇത് ദുഷ്ടന്റെ പ്രജയാണ്. പക്ഷേ കർത്താവ് നീതിമാനാ. ജനിക്കുന്ന തൻ്റെ സൃഷ്ടിക്കൊക്കെയും കർത്താവ് നല്ലവനാണ്. ജനിച്ച ആ സൃഷ്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ദൈവം ചെയ്യും. അവിടെ നിന്ന് അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്ന ഒഴിവായി പുറത്തേക്ക് വന്ന് ജനിച്ചു. ജീവിതം മുഴുവൻ കളവായിരുന്നു പണി. കളനാ. ഒടുവിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ലെന്ന് പറഞ്ഞ വചനപ്രകാരം കർത്താവ് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമില്ല. കാരണം വചനം പ്രത്യേകിച്ച് പറയുന്നു, 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ. 11 പേരെയല്ല തിരഞ്ഞെടുത്തേ, 12 പേരെയും തിരഞ്ഞെടുത്തു. ഈ പിശാചിന്റെ മകൻ എന്ന് പറയുന്ന കർത്താവ് തന്നെ പറഞ്ഞ ആളെയും തിരഞ്ഞെടുത്തു. അത് ദൈവത്തിന്റെ നീതിയാണ്. അവന്റെ പണിയൊന്നും നിർത്തിയില്ല, കളവ് നിർത്തിയില്ല. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു, അവൻ അതിൽ നിന്ന് എടുത്തോണ്ട് വന്നു. അവൻ അതിൽ നിന്ന് എടുക്കും. അങ്ങനെ അവൻ അവസാനം കർത്താവിന് ഒറ്റുകൊടുത്തു. അടുത്ത വചനേതാ? കർത്താവിന് വിരോധമായിട്ട് ജീവിക്കും, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ഒരനർത്ഥം വേണം. അങ്ങനെ അവൻ ചെന്ന് തൂങ്ങിച്ചത്ത്. ഒരനർത്ഥത്തിൽ അവൻ പോയി. അതേ ദുഷ്ടം. ആ ഘടകങ്ങൾ ഒരു ദുഷ്ടൻ അവസാനിക്കുന്നത് ഓർത്തു കൊള്ളണം. ഒരു ദുഷ്ടൻ അവസാനിക്കുന്നത് ഗർഭം മുതൽ വൃക്ഷന്മാരായിരിക്കുന്നു, ജനനം മുതൽ വോട്ട് കുറഞ്ഞ് തെറ്റി നടക്കുന്നു, ദൈവജനത്തിന് വിരോധമായിരിക്കുന്നു, അനർത്ഥത്താൽ അവൻ നശിച്ചു പോകും. അത് തീർന്നു. ഒരു അനർത്ഥം അവൻ വരുന്നു, അതായത് നശിച്ചു പോകും. ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത്. അപ്പൊ മനുഷ്യരിൽ വിവിധ മനുഷ്യരെങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് നമ്മളോട് ചിന്തിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനം വിശ്വസിക്കാൻ സാധിക്കില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് പല വഴിയുണ്ട്. നമുക്ക് വിശ്വാസം എന്നുള്ളത് പഠിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. അതാ വിശ്വാസം. ഇന്ന് മഴ പെയ്യും, മഴക്കാർ കണ്ടിട്ട് ഞാൻ വിശ്വസിക്കുകയാണെന്ന് മഴ പെയ്യും. വൈകുന്നേരം മഴ പെയ്ത്, അതല്ല വിശ്വാസം. നാളെ നേരം വിളിക്കും, ഞാൻ വിശ്വസിക്കുക. പിന്നെ നേരം വിളിക്കാതിരിക്കാൻ പറ്റുമോ? നേരം വിളിക്കും. നാളെ മിക്കവാറും നല്ല വെയിലായിരിക്കും, ഒരു പക്ഷേ ആയിരിക്കും, അല്ലാതായിരിക്കും. ഇതല്ല വിശ്വാസം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവും. ആശിക്കുന്നതിന് ഉറപ്പും. ആശയം എന്താ? നമ്മൾ പറഞ്ഞു, മൃഗങ്ങളെ പോലെ മനുഷ്യനും ശരീരമുണ്ട്, രക്തമുണ്ട്, ജീവനുണ്ട്, ജീവിക്കുന്ന ആത്മാവുണ്ട്. മൃഗങ്ങൾക്കും മറ്റു ജീവികൾക്കും ഇല്ലാത്തൊരു കാര്യം മനുഷ്യനുണ്ട്, അത് ദേഹിയാണ്. ഈ ദേഹിയെ ലോകസ്ഥാനത്ത് മുമ്പേ തെരഞ്ഞെടുത്തതാണ്, ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഒരു മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചു വരിക്കുന്നു. അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കും എന്ന് സഭാപ്രസംഗി 6-ാം അധ്യായത്തിന്റെ 10-ാം ഭാഗത്ത് എഴുതിയിരിക്കുന്ന പ്രകാരം ഒരു മനുഷ്യൻ എന്തായി തീരുമെന്ന് ആരും പ്രത്യേകിച്ച് പറയണ്ട. അതിൽ തന്നെ ഉണ്ട്, അവന്റെ ചരിത്രമുണ്ട്.
അവന്റെ ചരിത്രം അതിനകത്തുണ്ട്. അപ്പോ ഇങ്ങനെ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതിന് ശേഷം അവന് ക്രിസ്തുവിനോടുകൂടി നിത്യജീവൻ അവകാശം കിട്ടുമെന്ന് അവന് വാക്കുണ്ട്. ആർക്കുണ്ട്? നീതിമാന്റെ ദേഹിക്ക്, നീതിമാന്റെ ആത്മാവിനോടുണ്ട്. രണ്ടാമത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്തത് എന്താ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയ എന്താണത്? അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഒരു നഗരം എന്ന് പറഞ്ഞാൽ പട്ടണം. ആ പട്ടണമാണ് യെരൂശലേം. ഈ ശാലേം എന്ന് പറഞ്ഞാൽ, ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം, ഈ എന്ന് പറഞ്ഞാൽ പട്ടണം. സമാധാനത്തിന്റെ പട്ടണം അതെവിടെയാണ്? സ്വർഗത്തിലാണ്. അതാണ് ദൈവത്തിന്റെ നഗരം. അത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതാണ്. അവിടെ അവകാശം ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ആരോടെ? നീതിമാന്റെ ദേഹിയോട്. നിത്യജീവൻ പ്രാപിച്ച് നീ ഈ പട്ടണത്തിൽ നിനക്ക് അവകാശം കൊടുക്കും എന്നുള്ളത് വാഗ്ദത്തമാണ് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അബദ്ധവശാൽ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് നമുക്ക് ലഭിച്ചതല്ല ഇതൊന്നും, അന്നേ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്ന് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിതൊന്നും അറിയുന്നില്ല. ലോകത്തിൽ ജീവിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ കഴിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ഉണർന്നു. എന്താണെന്നറിയാമോ? ഈ വചനത്തിനൊരു ശബ്ദമുണ്ട്. അതുകൊണ്ടാണ് വചനത്തിന് ആ ശബ്ദം ഉണ്ടാകണമെങ്കിൽ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യപ്രകാരം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. സുവിശേഷം കേൾക്കേണ്ടത് ജഡത്തിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുമ്പോൾ ആ സുവിശേഷത്തിൽ ഒരു സ്വരമുണ്ട്, ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം എന്ന് പറയുന്നത്, അതായത് സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു, എന്നാൽ അവൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അതായത് കർത്താവിൻ്റെ വേല ചെയ്ത് വചനം പ്രസംഗിക്കണമെങ്കിൽ, കർത്താവിനോട് പ്രാർത്ഥിക്കണമെങ്കിലും, സ്തോത്രം പറയണമെങ്കിലും അതിന് ഈ 3 കാര്യങ്ങൾക്ക് പറയുന്ന ഘോഷിക്കുന്ന വാക്കിൽ സ്വരമുണ്ടായിരിക്കണം. സ്വരം, അതായത് നമ്മൾ യേശുവെ സ്തോത്രം എന്ന് പറയുമ്പോൾ ആ സ്തോത്രം എന്ന് പറയുന്നത് വെറും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം മാത്രമാണ്. പക്ഷെ അതിനകത്തൊരു സ്വരമുണ്ട്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു സ്വരമുണ്ട്. ആ പ്രാർത്ഥനയ്ക്കുള്ള സ്വരം എങ്ങനെ കെട്ടുപോകുന്നു, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ, സുവിശേഷം, കർത്താവിൻ്റെ വചനത്തെ ഘോഷിക്കണമെങ്കിൽ അതിനൊരു സ്വരമുണ്ട്. ഈ 3 ഒരേ സ്വരമാണ്. ഈ സ്വരം സുവിശേഷത്തിൽ കേട്ട് കഴിയുമ്പോൾ ദൈവം നിശ്ചയിച്ചിട്ടുള്ള പ്രാണങ്ങൾ എഴുന്നേൽക്കും, പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. കാരണം എന്താ? ആ സ്വരം ആദ്യമായിട്ടല്ല അവർ കേൾക്കുന്നത്. പിന്നെയോ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ ശബ്ദമാണ് രണ്ടാമത് കേൾക്കുന്നത്. അവര് ആദ്യം കേട്ടപ്പോഴാ? ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ക്രിസ്തുയേശു തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് നിത്യജീവനും ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പട്ടണത്തിലെ അവകാശവും വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം രണ്ടാമത് സുവിശേഷത്തിൽ കൂടി കേട്ടപ്പോൾ അവർ പെട്ടെന്ന് എഴുന്നേറ്റു. അതാണ് ലൂദിയായുടെ ഹൃദയത്തെ തുറന്നു എഴുതിയിരിക്കുന്നത്. ദൈവം തന്റെ ജനത്തെ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. നിയമിക്കപ്പെട്ടവരുണ്ട്, അവരെ വിശ്വസിക്കുള്ളൂ. അവരുടെ പ്രാണനെ ഉണരുള്ളൂ. അവരുടെ പ്രാണൻ മാത്രമേ ഉണരുള്ളൂ. കാരണം അവർക്ക് മാത്രമേ ഇച്ഛയുണ്ടാവുള്ളൂ. വിശ്വാസം ഒന്നും ആശിക്കുന്നുണ്ട്. ഉറപ്പ്. ആശ എന്താ? 36-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ദുഷ്ടന്മാരുടെ പ്രാണനോ ഇരുട്ടിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വാസം ഇല്ല അവർക്ക്. എന്താ? ദൈവത്തിന്റെ ജനത്തിന് അങ്ങനെയല്ല.
നിത്യജീവൻ അവർ കാംക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിനാധാരമായ വചനം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഉണർന്നു കഴിഞ്ഞു. അങ്ങനെ ആ വചനത്തെ കേട്ട് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. ഇതാണ് വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള അവകാശമുണ്ട്. യെരുശലേമിലെ അവകാശം, ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരുശലേമിലെ അവകാശമുണ്ട്. ആ അവകാശത്തിനനുസരിച്ചവണ്ണം അവർക്ക് ഈ വചനം വെളിപ്പെടും. ഇങ്ങനെ വെളിപ്പെടുന്നതാണ് ഉപദേശം. അപ്പോ യൂദയ്ക്ക് ഈ ഉപദേശം മനസ്സിലാവില്ല. ബുദ്ധിയിൽ മനസ്സിലാവും. പറയുമ്പോൾ ശരി, ബുദ്ധിയിൽ മനസ്സിലാവും. പക്ഷെ ആത്മാവിൽ അത് മനസ്സിലാവില്ല. കാരണം അവൻ്റെ പ്രാണനോട് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് അവനോട് ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ലത്. പിന്നെ അവന് മനസ്സിലാവുന്ന എങ്ങനെയാ? മനസ്സിലാകില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഇന്ന് ഗ്രഹിക്കുന്നത്, ഉപദേശം, ദൈവിക ഉപദേശം ഗ്രഹിക്കുന്നത് ഭിന്നപക്ഷങ്ങൾ ഭിന്ന ഉപദേശത്തിലാണ്. ഒന്ന്, ഉപദേശം ഗ്രഹിക്കാത്തവർ, വിശ്വസിക്കാത്തവർ. അവരാരാണ്? ജാതികൾ, ക്രിസ്തുവിന് അല്ലാത്തവർ, ഇരുട്ടിൽ നിന്ന് മടങ്ങി വരുമെന്ന് വിശ്വസിക്കാത്തവർ. അവർ ദൈവത്തിനുള്ളവരല്ല, ദുഷ്ടന്മാരാണ്. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് സ്വീകരിക്കുകയും ചെയ്യും. കർത്താവ് എല്ലാവർക്കും ചെയ്യുന്ന പോലെ അവർക്കും ചെയ്യും. പക്ഷെ അവർ വിശ്വസിക്കില്ല. ജന്മം മുതൽ പോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കും. ഒരിക്കലും അവർ നേർവഴിക്ക് വരില്ല. നേർവഴി തെറ്റി പോയിക്കൊണ്ടിരിക്കും. അവരെ നന്നാക്കാൻ സാധിക്കില്ല. അപ്പം അവർക്കിത് മനസ്സിലാവില്ല. മറ്റൊന്ന്, ഈ മനസ്സിലാകുന്നവരുടെ കൂട്ടത്തിൽ തന്നെ വിവിധമായിട്ടുള്ള നിലകളിലുള്ളവരുണ്ട്. യഹോവഭക്തന്മാരിൽ ചെറിയവരും വലിയവരും ഉണ്ട്. ആരാ യഹോവഭക്തന്മാരിൽ ചെറിയവരും വലിയവരും? സ്വർഗത്തിലുണ്ടോ ഈ പക്ഷാഭേദമൊക്കെ? സ്വർഗീയ പദവിയിൽ പ്രതിഫലം യേശുവിനോടൊപ്പം ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. രണ്ടാമത്തെ കൂട്ടം രാപ്പകൽ അവനെ ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവൻ്റെ മുമ്പിൽ, സിംഹാസനത്തിന് മുമ്പിൽ പുരോഹിത ശുശ്രൂഷ നടത്തുന്ന ഒരു കൂട്ടമുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ പുതിയ ഭൂമിയിൽ, പുതിയ ആകാശത്തിലൊക്കെ അവകാശം പ്രാപിക്കുന്ന വലിയൊരു കൂട്ടം അതിനകത്തുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിനെ കുറിച്ച് വെളിപ്പെടുന്നത് ഓരോ തരത്തിലാണ്, അളവിലാണ്, ഓരോ അളവിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരെന്ന് സമ്പൂർണമായിട്ട് അശേഷം മാറ്റമില്ലാതെ വെളിപ്പെടുന്നത് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള കർത്താവിന്റെ സഭയ്ക്കാണ്. ഈ ലോകത്തിൽ ദൈവം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് ഒരു പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഏത് പണ്ഡിതന് വിചാരിച്ചാലും സാധിക്കില്ല. ഒരു പണ്ഡിതൻ വിചാരിച്ചാലും സാധിക്കില്ല. പക്ഷെ സാധിക്കുന്ന ഒരൊറ്റ കൂട്ടമേ ഉള്ളൂ. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. യഹൂദനറിയാം. യഹൂദനല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും ഇത് സത്യം അറിയാൻ പാടില്ല. ഈ ദൈവം ആരെന്നറിയാൻ പാടില്ല യഥാർത്ഥത്തിൽ പൂർണ്ണമായി. എന്തുകൊണ്ടാണ് യഹൂദന് മാത്രം അറിയാവുന്നത്? റോമാലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം അവനെ പരിമേൽപ്പിച്ചിരിക്കുന്നു. ദൈവജ്ഞാനവും ദൈവവചനവും അവന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഈ ആരാ യഹൂദനാരാ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല. ഇന്ന് നമ്മൾ പാലസ്തീനിൽ കാണുന്ന ആ മനുഷ്യർ അതല്ല യഹൂദൻ. അബ്രഹാമിന്റെ സന്തതി, ഇസ്ഹാക്കിന്റെ സന്തതി, ഇസ്രായേലിന്റെ സന്തതി, 12 ഗോത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട അവരല്ല യഹൂദന്മാര്. അവര് ജഡപ്രകാരമുള്ള യഹൂദന്മാര്. ആത്മാവ്, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിനാലുള്ള ഹൃദയപരിച്ഛേദന എത്ര പരിച്ഛേദന, അവനാണ് സാക്ഷാൽ യഹൂദൻ. അതായത് ദൈവസഭയാണ് യഹൂദൻ. സഭയിൽ ദൈവം യഹൂദന്മാരായിട്ട്, സാക്ഷാൽ ആത്മീയ യഹൂദന്മാരായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതും നിശ്ചയിച്ചിട്ടുള്ളതുമായ ഒരു കൂട്ടമുണ്ട്. അവരാണ് സാക്ഷാൽ യഹൂദന്മാർ. ഈ ലോകം മുഴുവനും നടന്നു. ഈ ലോകം മുഴുവനും അന്വേഷിച്ചു. ദൈവം ആരെന്ന് ആധികാരികമായിട്ട് പറയാൻ
ഈ ഒരു കൂട്ടം മാത്രമേ ഉണ്ടാവൂ. കർത്താവിന്റെ നാമത്തിലുള്ള ദൈവസഭയിൽ ദൈവികമായ അരുളപ്പാടുകൾ പ്രാപിച്ച ആ കൂട്ടം മാത്രമേ ഉണ്ടാവൂ. അവർക്കേ അറിയാവൂ. അറിയപ്പെടാന്ന് പറയാൻ പറ്റും, അവർക്കേ അറിയാവൂ. ആ കാരണം അവരാ നിലയിലാണ്. അപ്പോൾ ഈ ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ പാപം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ. അപ്പൊ ഇസ്രായേൽ, യഹൂദൻ, ഭക്തന്മാരിൽ വിവിധ തരത്തിലുള്ള കൂട്ടങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഈ വിവിധമായിട്ടുള്ള നിലകൾ അനുസരിച്ചിട്ടാണ് ക്രിസ്തു ആരെന്നൊരാൾക്ക് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് റോമാലേഖന 1 കൊരിന്ത്യർ ലേഖനം 11-15 അധ്യായത്തിൽ നമ്മൾ കേട്ടത്, നിങ്ങളുടെ ഇടയിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. ഭിന്നപക്ഷം ഉണ്ടാവും, പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. ക്രിസ്തു ആരെന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളും ഉണ്ടാവും. ദൈവമാണെന്നും ദൈവമല്ലെന്നും, ദൈവവും മനുഷ്യനുമാണെന്നും മനുഷ്യൻ ദൈവവും അല്ലെന്നും, എന്തെല്ലാം ഉപദേശങ്ങളാണ് ലോകം മുഴുവനുള്ളത്. ഇതെല്ലാം ശരി തന്നെയാണ്. ഇതിനൊക്കെ പറയുന്നതിനും അവർക്കെല്ലാം അവരുടേതായ ഒരു ന്യായം ഉണ്ടാവും. കാരണം അവരെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിനനുസരിച്ച് ഉള്ള വെളിപ്പാട് മാത്രമേ അവർക്ക് കിട്ടൂ. അതിൽ മാത്രമേ അവർക്ക് എത്താൻ സാധിക്കൂ. മനുഷ്യന് തന്നിനപ്പുറത്തേക്ക് പോകാൻ ആരെങ്കിലും പറ്റുമോ? പറ്റില്ല. അവനെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിൽ ഒരളവുണ്ട്, ആ അളവിനപ്പുറം പോകാൻ പറ്റില്ല. അതനുസരിച്ചിട്ട് മാത്രമേ അവന് വെളിപ്പെടൂ. ഇങ്ങനെ വരുമ്പോൾ ക്രിസ്തു ആരെന്നുള്ള ചോദ്യത്തിന് ഇന്ന് നമ്മൾ ലോകത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഏകദേശം 3000-ൽ പരം ഉപദേശങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ഒന്നിനും നിൽക്കണ്ട. നമ്മൾ കൂട്ടായ്മയിലേക്ക് നോക്കിയാൽ മതി. 50 പേരുണ്ടെങ്കിൽ ഈ 50 പേരോടും ചോദിച്ചു. നമ്മുടെ കൂട്ടായ്മയിൽ 50 പേരോ 100 പേരോ ഉണ്ടെങ്കിൽ ഈ 100 പേരോടും ചോദിച്ചു. ക്രിസ്തു ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം 100 തരമായിരിക്കും, 100 ഉത്തരമായിരിക്കും. പൊതുവെ രക്ഷകനാണ്, ദൈവപുത്രനാണ്, ദൈവമാണ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരിക്കാം. പക്ഷെ സൂക്ഷ്മതയിൽ ഒരാളുടെ ഉത്തരം വേറൊരാൾ അങ്ങനെ തന്നെ പറയില്ല. അവർക്ക് അതിൻ്റെതായ അതിൻ്റെ കുറവുകളോ കൂടുതലോ ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് ഇതിലൊരു കൂട്ടർ കൊള്ളാകുന്നവരാ. ആ വചനത്തിന്റെ ശക്തി മനസ്സിലായി. ആ ഒരു കൂട്ടർ കൊള്ളാവുന്നവരാ. ഏത്? ഈ 3000 ഉപദേശക്കാരിലല്ല, 4000 ഉപദേശക്കാരിലല്ല, സകല മനുഷ്യരിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സകല മനുഷ്യരും ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള ഭിന്നപക്ഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ ലോകം മുഴുവനും. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? അവന് ക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരണയുണ്ട്, ഒരു പക്ഷമുണ്ട്. ഇങ്ങനെ അസംഖ്യം പക്ഷക്കാരിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞ ഇതിൽ കൊള്ളാവുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തു ആരെന്നറിയാവുന്നത്. അവരെ ദൈവം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അവർ ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. യഥാർത്ഥത്തിൽ കർത്താവ് ആരെന്നറിയാവുന്നവരുണ്ട്. ഇതിനെക്കുറിച്ച് ആ രൂപം അറിയുന്നവരെയാണ് സത്യോപദേശക്കാരെന്ന് പറയുന്നത്. നമ്മൾ ദിവസം കേൾക്കുന്നതാ അന്യോപദേശം, കൾട്ട്, ദുരുപദേശക്കാര്, പിന്നെ അങ്ങനെ ധാരാളം തരത്തിലുള്ള മനുഷ്യർ എഴുന്നേറ്റ് കഴിഞ്ഞു. ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുക. ഒരാൾ മറ്റൊരാളെ കുറ്റം പറയും, മറ്റൊരാൾ വേറൊരാളെ കുറ്റം പറയും. ഇതിങ്ങനെ കുറ്റം പറഞ്ഞു ഇതിൽ ഏതാ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്നില്ല. ആരാണ് ഇതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. കാരണം വ്യക്തമായിട്ടുള്ള ചോദ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ദോഷികളാണ്. കാരണം ഈ പറഞ്ഞ് വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞവനോടും സൂക്ഷ്മമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയാൻ പറ്റും. എന്ത് ചെയ്യും? ഈ എവിടെ വിശ്വസിക്കുക? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ലോകം മുഴുവൻ, സകല ലോകവും. എന്നാൽ കർത്താവിന്റെ വചനം ഒരു കൂട്ടമുണ്ട്, അവരുടെ പേരാണ് വചനം പറഞ്ഞത് കൊള്ളാകുന്നവർ. കൊള്ളാം, അവൻ കൊള്ളാം. ആര് പറയുന്നതെന്നറിയാം? മനുഷ്യൻ പറയുന്നതല്ല, ദൈവം പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. എവിടെ നോക്കിയാ കൊള്ളാമെന്ന് പറയുന്നത്? ക്രിസ്തുവേശുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിരിക്കുന്ന ഹൃദയത്തെ നോക്കുന്ന ദൈവം നോക്കിയിട്ടാണ് പറയുന്നത് കൊള്ളാം. അപ്പോൾ ഉപദേശം എന്ന് പറയുന്ന രൂപം യഥാർത്ഥത്തിൽ എവിടെ ഉണ്ട്? ഹൃദയത്തിലാണ് ഗ്രഹിക്കേണ്ടത്, ഹൃദയപൂർവ്വമാണ് വരേണ്ടത്. അങ്ങനെ ഗ്രഹിച്ചിട്ടുള്ളവൻ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമ്മൾ വായിച്ചത്, ഇങ്ങനെ ഗ്രഹിച്ചിട്ടുള്ള ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു കഴിയുമ്പോൾ പാപമോചനം പ്രാപിക്കുന്നു.
ഹൃദയപൂർവ്വം ഇത് അനുസരിച്ച് കഴിയുമ്പോൾ അവനിൽ നിന്ന് പാപം മാറിപ്പോകും. ഇതാണ് ഇതാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ലോകത്തിലുള്ള അന്യ ഉപദേശക്കാരൊന്നുമല്ല, സത്യോപദേശത്തിനാണ്. അങ്ങനെ സഭയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആ സഭയിൽ അത് ശരി, ആ സഭയിൽ സ്നാനപ്പെട്ടവനാണ്, ആ സഭയിൽ ജീവിക്കുന്നവനാണ്, അവിടുത്തെ ശ്രേഷ്ഠ കർത്താവിന്റെ ദാസന്മാരാൽ സ്നാനപ്പെടുത്തപ്പെട്ടവനാണ്, പാപത്തെ കഴുകിക്കളഞ്ഞവനാണ്. പക്ഷേ ഹൃദയത്തെ നോക്കുന്ന ദൈവം നോക്കുമ്പോൾ ഒരുവന്റെ ഹൃദയത്തിലല്ല ഇരിക്കുന്നതല്ല വേറൊരാളുടെ ഹൃദയത്തിലിരിക്കുന്നത്. ഇതിൽ തന്നെയും ഈ സത്യോപദേശത്തിൽ തങ്ങൾ നിൽക്കുന്നു വിശ്വസിച്ച് ക്രിസ്തുയേശു ആരെന്ന് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവരെ കുറിച്ച് തന്നെയും ഒരു കൂട്ടം കൊള്ളാകുന്നവരെന്ന് പറയുന്ന കൂട്ടമുണ്ട്. ആ കൂട്ടത്തെ ആണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെയാണ് നാളെ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നാളെ വെളിപ്പെടുത്താൻ പോവുക കർത്താവ്. നാളെ അത് വെളിപ്പെടുത്താൻ പോവുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറും. ഈ പറയുന്ന സകല കാര്യങ്ങളും, അതായത് ദുഷ്ടന്മാര് അത് മാറ്റി നിർത്തും. ഇതിൽ തന്നെ വിവിധ ഉപദേശക്കാരെല്ലാം മാറും. അവസാനം ഏറ്റവും ആദ്യമേ നമ്മൾ വായിച്ചതുപോലെ കൊള്ളാകുന്നവൻ, ക്രിസ്തുയേശുവിനെ കുറിച്ച് കൊള്ളാകുന്നവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിനെ കുറിച്ച് യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നവൻ. എവിടെ ഗ്രഹിക്കുന്നവൻ? ഹൃദയത്തിൽ ഗ്രഹിക്കുന്നവൻ. ഹൃദയത്തിൽ ഗ്രഹിച്ചവൻ, ഹൃദയപൂർവം ഉപദേശം അനുസരിച്ചവൻ, അങ്ങനെയുള്ളവനാണ് പാപമോചനം പ്രാപിച്ചവൻ. അങ്ങനെയുള്ളവനെ മാത്രമേ കർത്താവ് തന്റെ ദാസനായിട്ട് സ്വീകരിക്കൂ എന്ന് കർത്താവിന്റെ വചനത്തിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അവന്റെ പ്രവൃത്തിയാണ് നാളെ നിത്യജീവനായി തീരുന്നത്. അവനാണ് കർത്താവിനോടുകൂടെ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.